നമസ്കാരം. നിങ്ങൾക്കൊരു ബ്രാൻഡ് ഉണ്ട്. ആ ബ്രാൻഡിന് ഒരു പേരും ഒരു ലോഗോവും ഉണ്ട്. ഇത് നിങ്ങൾക്ക് ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യണം. അതൊരു വേർഡ് മാർക്കായിട്ട് അപ്ലൈ ചെയ്യണോ, ഡിവൈസ് മാർക്കായിട്ട് അപ്ലൈ ചെയ്യണോ, അതോ ഒരു കോമ്പോസിറ്റ് മാർക്കായിട്ട് അപ്ലൈ ചെയ്യണോ? പലർക്കുമുള്ളൊരു സംശയമായിരിക്കും ഇത്. ആ സംശയം നമുക്കിന്ന് തീർക്കാം. ഞാനൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞു പോകും. അപ്പോഴായിരിക്കും നിങ്ങൾ കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊക്കക്കോള എന്നാണ് നിങ്ങളുടെ ബ്രാൻഡ് എന്ന് വിചാരിക്കുക. കൊക്കോള എന്ന് പറയുന്നത് മറ്റേ എവിടെയും ഇല്ല, നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ആ കൊക്കക്കോളയ്ക്ക് നിങ്ങൾ ഇതേപോലെ ഒരു ലോഗോവും ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നിങ്ങൾ കൊക്കക്കോള എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് നെയിമിൽ നിങ്ങൾ ഇറക്കുന്നത് നോൺ ആൽക്കഹോളിക് ബീവറേജസ് ആണ്. ഇറ്റ് കംസ് അണ്ടർ ക്ലാസ് 32 എന്ന് പറയുന്ന ക്ലാസ്സിനകത്താണ് ഇത്തരം പ്രോഡക്റ്റ്സ് എല്ലാം വരുന്നത്. അപ്പം നിങ്ങൾ ഈ കൊക്കക്കോള എന്ന് പറയുന്ന ടെക്സ്റ്റ് മാത്രം, ആ ലോഗോ അല്ല, ആ ടെക്സ്റ്റ് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണ്. ഇതിന് പറയുന്ന പേരാണ് വേർഡ് മാർക്ക്. ഓക്കെ, ആ ടെക്സ്റ്റ് മാത്രം, നിങ്ങൾ ഒരു രീതിയിലുള്ള ഡിസൈൻസോ ഇമേജസോ ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല, ലോഗോ ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല, ആ പേര് മാത്രം. ഇതിന് പറയുന്ന പേരാണ് വേർഡ് മാർക്ക്. അത്തരത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ സെയിം നെയിമോ അല്ലെങ്കിൽ ഈ നെയിമിനോട് സാദൃശ്യം വരുന്ന, ഫോണറ്റിക്കലി റിസംബ്ലൻസ് വരുന്ന എന്തെങ്കിലുമൊക്കെ സ്പെല്ല്, ഇപ്പോൾ കൊക്കക്കോള എന്നാണെങ്കിൽ അതിൻ്റെ സിക്ക് പകരം കെ എന്നാക്കിയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് രജിസ്ട്രേഷൻ കിട്ടത്തില്ല. സെയിം നെയിം കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫോണറ്റിക്കലി റിസംബ്ലൻസ് വരുന്നൊരു പേര് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടത്തില്ല, രജിസ്ട്രേഷൻ കിട്ടത്തില്ല. സോ അത്തരത്തിൽ ആ പേരിന് ടോട്ടലായിട്ട് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ടാവും. ഇനി ഈ കൊക്കക്കോള എന്ന് പറയുന്ന ലോഗോ ഉണ്ടല്ലോ, അവിടെ ടെക്സ്റ്റ് പരിഗണിക്കുന്നില്ല, ആ ലോഗോ, ആ ഒരു കൊക്കക്കോള നീട്ടിയിട്ടുള്ള ആ ഒരു സ്രിൽ ഷേപ്പ്, ആ ഒരു കളറ്, ഇതാണ് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് വിചാരിക്കുക. അവിടെ പേര് നിങ്ങൾ കൊടുക്കുന്നില്ല, പകരം ഒരു അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരു വ്യക്തി കൊക്കക്കോള എന്ന് കാണുന്ന സമയത്ത് അവൻ അവിടെ ടെക്സ്റ്റ് കാണുന്നില്ല, പകരം ആ ഷേപ്പാണ് കാണുന്നത് അല്ലേ. അപ്പം ഈ ഷേപ്പാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാണ് ഡിവൈസ് മാർക്ക്. ഇത്തരത്തിൽ നിങ്ങൾ ഷേപ്പ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഷേപ്പിൽ കൊക്കക്കോള എന്നല്ല അവിടെ സിജുരാജൻ എന്ന് എഴുതി കഴിഞ്ഞാലും നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കിട്ടത്തില്ല. ആ ഷേപ്പ് ആയിരിക്കും അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കൊരു ലോഗോ, ഒരു ഐക്കണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഐക്കണൊക്കെ ഡിവൈസ് മാർക്കായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഐക്കൺ അവിടെ പ്രൊട്ടക്ട് ആയിക്കോളും. റിമെമ്പർ, അവിടെ നിങ്ങൾ ടെക്സ്റ്റ് കൊടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ആ ടെക്സ്റ്റ് പ്രൊട്ടക്ട് ആയിക്കൊള്ളണമെന്നില്ല. ഇനി മൂന്നാമത്തെ സിനേറിയോ, ഇവിടെ നിങ്ങൾ ആ ടെക്സ്റ്റും ഒപ്പം തന്നെ ലോഗോവും രണ്ടും ഒരുമിച്ചിട്ട് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുക. ഇതിന് പറയുന്ന പേരാണ് കോമ്പോസിറ്റ് മാർക്ക്. ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് പ്രൊട്ടക്റ്റഡ് ആവും, ആ ലോഗോവും പ്രൊട്ടക്റ്റഡ് ആവും. പക്ഷേ ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ടായിരിക്കും പ്രൊട്ടക്റ്റഡ് ആവുന്നത്. അതായത് ആ ടെക്സ്റ്റും ലോഗോവും സെപ്പറേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. രണ്ടും ഒരുമിച്ചിട്ട് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ അതവിടെ പ്രൊട്ടക്റ്റഡ് ആവത്തുള്ളൂ, അല്ലെങ്കിൽ അതിനുള്ള പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഇപ്പോൾ കൊക്കക്കോള എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതേപോലെ അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. കൊക്കക്കോള എന്ന് പറഞ്ഞിട്ട് മറ്റൊരു രീതിയിൽ ഒരു ഡിസൈൻ യൂസ് ചെയ്ത് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ അതിന് പ്രൊട്ടക്ഷൻ കിട്ടിയെന്ന് വരത്തില്ല. ഓക്കെ, മറ്റൊരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊക്കക്കോള എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഷേപ്പിൽ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും, അണ്ടർ സം കണ്ടീഷൻസ്. അത് വഴിയെ ഞാൻ പറഞ്ഞുതരാം. വേണമെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. നിങ്ങൾക്കിവിടെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നത് ഈ പേരും ലോഗോവും ആ സ്പെസിഫിക് രൂപത്തിൽ യൂസ് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും. അപ്പോൾ വരുന്നൊരു സംശയം ഇതായിരിക്കും, കൊക്കക്കോള എന്ന് പറയുന്നത് ഈ രീതിയിൽ നമ്മൾ ഒരു കോമ്പോസിറ്റ് മാർക്കായിട്ട് അപ്ലൈ ചെയ്തെന്ന് വിചാരിക്കുക. ഇപ്പം കൊക്കക്കോള എന്ന് പറയുന്ന ടെക്സ്റ്റും ആ ലോഗോവും ഒരുമിച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്തു. മറ്റൊരു വ്യക്തി കൊക്കക്കോള എന്ന് പറയുന്ന അതേ പേര് മറ്റൊരു ഡിസൈൻ യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കിട്ടുമോ? ഈസി ആയിട്ട് കിട്ടുമോ? അതായത് ഒബ്ജക്ഷൻസോ ഒപ്പോസിഷൻസോ ഒന്നും പോവാതെ യുണീക്ക് മാർക്കാണെന്ന് പറഞ്ഞ് കിട്ടുമോ? ഇവിടെയാണ് ഇതിൻ്റെ പ്രാക്ടിക്കൽ വശത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. പലപ്പോഴും ട്രേഡ് മാർക്ക് എക്സാമിനർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാർക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആണോ എന്നുള്ളതാണ്, യുണീക്ക് ആണോ എന്നുള്ളതാണ്, മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണോ എന്നുള്ളതാണ്, ആളുകളെ കൺഫ്യൂസ് ചെയ്യാത്ത രീതിയിലുള്ളതാണോ എന്നുള്ളതാണ്. ഇത്തരം കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കിട്ടും. അതല്ല മറ്റൊരു മാർക്കിനെ അതേപോലെ കോപ്പി ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റൊരു പേരിനെ ഏകദേശം അതേപോലെ കോപ്പി ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ കുറവായിരിക്കും. കുറച്ചൊന്ന് കൺഫ്യൂസ്ഡ് ആയില്ലേ? ഞാൻ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളുടെ ലോഗോയിൽ ഏറ്റവും ഡോർമെൻ്റ് ആയിട്ട് നിൽക്കുന്നത് എന്താണ്? ആ ഒരു ടെക്സ്റ്റ് ആണോ, ആ ഒരു പേരാണെന്നുണ്ടെങ്കിൽ ആ പേരിൽ മറ്റൊരാൾ അപ്ലൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ പേരിനോട് സാമ്യം വരുന്ന രീതിയിൽ മറ്റൊരാൾ അപ്ലൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും അവർക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കിട്ടണമെന്നില്ല. ഓക്കെ, അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഡോർമെൻ്റ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒപ്പോസിഷൻ ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ വാദിക്കാനായിട്ട് കഴിയും. ഇതെല്ലാം ഒപ്പോസിഷൻ പ്രൊസീഡിങ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അവർക്ക് വാദിക്കാനായിട്ട് കഴിയും, ബട്ട് സ്റ്റിൽ കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ കുറവായിരിക്കും. കൊക്കക്കോള പോലൊരു ബ്രാൻഡ് നെയിം ആണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. കാരണം അതൊരു വേർഡ് മാർക്ക് ലോഗോ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേര് തന്നെ നിങ്ങളൊരു ലോഗോ ആക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പം അതിനൊരിക്കലും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല അല്ലെ, ആ ഡിസൈനെയും ഒപ്പം തന്നെ ആ പേരിനെയും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ മറ്റൊരു വ്യക്തി ഈ പേരിനോട് സാമ്യം വരുന്ന മറ്റൊരു പേര് യൂസ് ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് രജിസ്ട്രേഷൻ കിട്ടണമെന്നില്ല, ഈവൻ ദോ നിങ്ങളൊരു കോമ്പോസിറ്റ് മാർക്കായിട്ടാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് എങ്കിൽ പോലും. പക്ഷേ ഇൻ കേസ് നിങ്ങളുടെ ലോഗോയ്ക്കകത്ത് ഒരു ഷേപ്പ് ഉണ്ട്, ഒപ്പം തന്നെ ഒരു ബ്രാൻഡ് നെയിം ഉണ്ട്, അതിന് താഴെ ഒരു ടാഗ് ലൈൻ എഴുതിയിട്ടുണ്ട്, ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് ഒറ്റ ആപ്ലിക്കേഷൻ ആക്കിയിട്ട് നിങ്ങളൊരു കോമ്പോസിറ്റ് മാർക്കായിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
അവിടെ ഡോർമെൻ്റ് ആയിട്ട് ഒന്നും തന്നെ നിൽക്കുന്നില്ല, എല്ലാത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ കേസിൽ വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് അതേ പേരിൽ വേറൊരു ലോഗോയിൽ അതേ ക്ലാസ്സിൽ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് രജിസ്ട്രേഷൻ ഇവൻ ദോ ഒബ്ജക്ഷൻ വന്നു കഴിഞ്ഞാലും അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വാദിച്ചിട്ട് ഇത് ആൾക്കാർക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കില്ല എന്നെല്ലാം പറഞ്ഞ് വാദിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ വാങ്ങിയെടുക്കാനായിട്ട് കഴിയും. അപ്പം ഇത്തരം കേസിൽ നിങ്ങൾ എപ്പോഴും ഇത് സെപ്പറേറ്റ് ആയിട്ട് ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യുക. അതായത് ആ ഷേപ്പ് വേറെ, ഒപ്പം തന്നെ ആ പേര് വേറെ, ടാഗ് ലൈൻ വേറെ, ഇത്തരത്തിൽ 3 അപ്ലിക്കേഷൻസോ 3 or 4 അപ്ലിക്കേഷൻസ് ആയിട്ട് അത് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. അപ്പം എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രേഡ് മാർക്ക് കൺസൾട്ടൻറ്റിനെ സമീപിച്ചതിന് ശേഷം മാത്രം, ഒരു ബ്രാൻഡ് കൺസൾട്ടൻറ്റിനെ സമീപിച്ചതിന് ശേഷം മാത്രം നിങ്ങളത് ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. പലപ്പോഴും നമ്മൾ ട്രേഡ് മാർക്കിൽ വിഷയങ്ങളെക്കുറിച്ചിട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് അത് നിയമത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല പരിഗണിക്കേണ്ടത്, കോടതി ഇതിനു മുമ്പ് ഏതൊക്കെ രീതിയിലുള്ള ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് ആൾക്കാർക്കിടയിൽ എത്രത്തോളം കൺഫ്യൂഷൻ ഉണ്ടാക്കും, ഇത്തരം കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അതിന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അത് അനലൈസ് ചെയ്തിട്ട് ഏത് രീതിയിൽ നിങ്ങളുടെ ട്രേഡ് മാർക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തരാനായിട്ട് കഴിയത്തുള്ളൂ. ഇനി എൻ്റെ ഒരു അഡ്വൈസ്, നിങ്ങളൊരു ബിസിനസ് തീരുമാനിച്ചു, എന്തായാലും ആ ബിസിനസ്സുമായിട്ട് നിങ്ങൾ വളരെ ശക്തമായിട്ട് മുന്നോട്ടേക്ക് പോകും, വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ വാങ്ങിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ വേർഡ് മാർക്കായിട്ട് ചെയ്തോളൂ, ഡിവൈസ് മാർക്കായിട്ട് ചെയ്തോളൂ, കോമ്പോസിറ്റ് മാർക്കായിട്ട് ചെയ്തോളൂ. എന്തെല്ലാം എലമെൻറ്റ്സ് ഉണ്ടോ ആ എലമെൻറ്റ്സ് എല്ലാം നിങ്ങൾ ലീഗലി പ്രൊട്ടക്ട് ചെയ്തോളൂ, ട്രേഡ് മാർക്ക് എടുത്തോളൂ. ഇനി അതെല്ലാം നിങ്ങൾ വളരെ ചെറിയ രീതിയിൽ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്, അധികം സാമ്പത്തികമൊന്നും ഇല്ല, അങ്ങനത്തെ ഒരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിലും ഒരു വേർഡ് മാർക്കായിട്ട് ചെയ്യുക, പേര് മാത്രം അപ്ലൈ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ കൊക്കക്കോള പോലെ ഒരു ലോഗോ ആണ്, ആ പേരും ഒപ്പം തന്നെ ആ ഷേപ്പും ഒക്കെ ഒന്നാണെന്നുണ്ടെങ്കിൽ ഒരു കോമ്പോസിറ്റ് മാർക്കായിട്ട് നിങ്ങൾ ചെയ്തോളൂ. വൺസ് ബിസിനസ് വളരുന്ന സമയത്ത് നിങ്ങൾ അതിന് ഓരോ എലമെൻറ്റ്സിന് സെപ്പറേറ്റ് ആയിട്ട് ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യാം. ട്രേഡ് മാർക്കിലെ സെക്ഷൻ 17 പറയുന്നത് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഓരോ എലമെൻറ്റ്സും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ സാമ്പത്തികം, ബിസിനസ് ചെയ്യുന്നവരുടെ സാമ്പത്തികം അതിന് സമ്മതിക്കണം എന്നില്ല. അപ്പോൾ കുറച്ച് നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും ഈ പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിൽ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ ആ പേര് മാത്രം പ്രൊട്ടക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇനിഷ്യലി പോയിക്കോളൂ. ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് എല്ലാം കൂടിയിട്ട് നമുക്ക് അങ്ങ് അപ്ലൈ ചെയ്യാം, ബിസിനസ് വളരുന്നതിനനുസരിച്ചിട്ട്. റൈറ്റ്? സോ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ട്രേഡ് മാർക്കുമായി ബന്ധപ്പെട്ടുള്ള കൺസൾട്ടേഷൻ വേണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെ കണക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു വിഷയമായിട്ട് വരാം. അതുവരെ സിജുരാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.